എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ റംബൂട്ടാന്റെ കടക്കയൊക്കെ നമ്മൾ ഉറുമ്പിന്റെ സാന്നിധ്യം കാണാറുണ്ട്. അപ്പോൾ ആ ഉറുമ്പിനെ മാറ്റാനായിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഈ ഉറുമ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമ്മളുടെ മരത്തിൽ കയറി അതിൻ്റെ ഈ മുഞ്ഞ എന്ന് പറയും. അതുപോലെ തന്നെ വേറെ പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ മീലി ബഗ്. അപ്പോൾ ഈ സംഭവത്തിനെ എടുത്തു കൊണ്ടുവന്ന് നമ്മളുടെ പൂ വിടർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കും, നീരൂറ്റി കുടിക്കും. അപ്പോൾ പൂക്കളൊക്കെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഈ മീലി മൂട്ടേനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ആളാണ് ഈ ഉറുമ്പ് എന്ന് പറയുന്നത്. ഈ ഉറുമ്പ് ആ രീതിയിലൊരു ഉപദ്രവകാരിയാണ് നമുക്ക് ഈ റംബൂട്ടാൻ്റെ കൃഷിയിൽ. പിന്നെ കുറേയൊക്കെ ഉപകാരമുണ്ട്, പക്ഷേ ഉപദ്രവമാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഈ ഉറുമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നശിപ്പിച്ച് കളയണം. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്യുന്നത് ജമ്പ് എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ്. അതൊരു പൊടിയാണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉറുമ്പിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് അതിൻ്റെ കോളനി വരെ നശിച്ചു പോകും. ഇതാണ് നമ്മളുടെ ഉപയോഗിക്കാൻ പോകുന്നത് ജമ്പ്. ഇത് ശരിക്കും ഉറുമ്പുകൾക്ക് ഫലപ്രദമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് 2 ഗ്രാമിൻ്റെ ഒരു സാഷേ പാക്കാണ്. അപ്പോൾ 2 ഗ്രാം നമുക്ക് 4 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കാവുന്നതാണ്. 1/2 ഗ്രാം 1 ലിറ്റർ വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു 4 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഉറുമ്പുകളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മളിപ്പോൾ ഈ കപ്പിലേക്ക് ഇതാണ് കട്ട് ചെയ്തിടാണ്. ഇത് ഏകദേശം ഒരു പൊടി പോലെ, തരി പോലെ ഇരിക്കണേ. ഇത് കുറച്ച് ഉറുമ്പുകളുടെ മേത്ത് വീണാൽ മതി, ആ കോളനി തന്നെ ശരിക്കും നശിച്ചു വെക്കോളും. അപ്പോൾ ഏറ്റവും ഫലപ്രദമായതാണ്. നമ്മളുടെ തേനീച്ചകൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ മേത്തൊന്നും വീഴാതെ മുകളിൽ, ഒരിക്കലും മരത്തിൻ്റെ മുകളിലേക്കൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. മരത്തിൻ്റെ കടയിൽ എവിടെയാണ് സാന്നിധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കടക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഈ 1 ലിറ്റർ കപ്പിലേക്ക് ആ 4 ഗ്രാം ഇട്ടിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് 3 ലിറ്ററും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് പെയിൻറ്റിൻ്റെ ഒരു പാത്രമാണ്, 1 ലിറ്ററിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇപ്പോൾ 1 ലിറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിക്കുകയാണ്. നമ്മൾ ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 4ാമത്തെ ലിറ്റർ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ കടയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കടക്ക് നോക്കി അറിയാം. ഇത് കണ്ട മണ്ണ് മൊത്തം കുത്തിപ്പൊക്കിയേക്കാണ്. ഈ കറുത്ത കുനിയൻ ഉറുമ്പുകളാണ് ഈ ചെയ്തു വയ്ക്കുന്നത്. നിറയെ ഉറുമ്പുകളുണ്ട് ഇതിൻ്റെ കടക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ കൂട്ടിലേക്ക് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെർവൽ സിസ്റ്റം മൊത്തം തകരാറിലാവും. ഇത് ഒരു വൈറസ് ബാക്ടീരിയ പോലെയാണ്. അടിച്ച് ഒരാളുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ മറ്റാൾക്കാർക്കും മറ്റേ ഉറുമ്പുകൾക്കും അത് പകർന്നു കൊടുക്കും. അപ്പോൾ കോളനി തന്നെ നശിച്ചു പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും സ്പ്രേ ചെയ്ത് മരത്തിൻ്റെ മുകളിലേക്ക് കൊടുക്കരുത്, ഇലയിലേക്കൊന്നും സ്പ്രേ ചെയ്യരുത്. ഈ മരത്തിൻ്റെ തടിയുടെ അവിടെ സ്പ്രേ ചെയ്താൽ മതി, താഴെയായിട്ട്. മുകളിലേക്ക് ഇലയിലേക്കൊന്നും സ്പ്രേ ചെയ്യണ്ട, ഈ തടീനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഉറുമ്പുള്ള ആ കൂട്ടിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം നശിച്ചു വെക്കോളും. ഒറ്റ ദിവസം കൊണ്ട് ചത്തുപോയില്ല, 2 ദിവസം കഴിയുമ്പോഴേക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. കംപ്ലീറ്റ് മണ്ണ് ഇതിൻ്റെ അടിയിൽ നിന്ന് പൊക്കി കൊണ്ടിരുന്നത്. ഞാനിത് മൂടിയിട്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. നമ്മൾ ഒരു വലിയ ശല്യമില്ലെങ്കിൽ ഇത് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇത്ര അടിച്ചു കൊടുത്താൽ മതി. മുമ്പ് നമുക്ക് ഉറുമ്പിന് മാത്രമല്ല, ഈ മരത്തിൻ്റെ തടിയൊക്കെ തുളയ്ക്കണ കീടങ്ങൾ, അതുപോലെ തന്നെ ഇല ചുരുട്ടിപ്പുഴു, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് റംബൂട്ടാനായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം
ഈ റംബൂട്ടാനിൽ പരാഗണം നടത്തുന്നത് നമ്മുടെ തേനീച്ചയാണ്. അത് തേനീച്ചയ്ക്ക് വളരെ എഫക്റ്റ് ചെയ്യും ഈ നമ്മളുടെ ജമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇലയിൽ അടിച്ചു കൊടുക്കരുത്. അല്ലാത്ത മരങ്ങൾ ഇപ്പോൾ ഈ നെല്ലിന് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഈ സാധനം ഉപയോഗിക്കാറുണ്ട്, ജമ്പ് ഉപയോഗിക്കാറുണ്ട്. കാരണം നെല്ലിൽ ഇലയുരുട്ടിപ്പുഴു അങ്ങനെയുള്ള പുഴുക്കൾക്കും ഇത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ റംബൂട്ടാനൊക്കെ ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് SOP അടിച്ചു കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത SOP അടിക്കണം, മൈക്രോ ന്യൂട്രിയൻസും കൂടി അടിക്കണം. അങ്ങനെ അങ്ങനെ 3 പ്രാവശ്യം അടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ടോട്ടൽ 4 പ്രാവശ്യമൊക്കെ അടിക്കാറുണ്ട്. ഈ പ്രാവശ്യം കായ കുറവാണ്, അതുകൊണ്ട് ഒരു 3 പ്രാവശ്യത്തിൽ അങ്ങനെ നിർത്തുകയാണ്. ഇത് നമ്മളുടെ വീടുകളിലുള്ള ചെറിയ ഉറുമ്പാണ്. ഈ ചെറിയ ഉറുമ്പിനും ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ നമ്മൾ സ്പ്രേ ആയിട്ട് ഇതിനെ അടിച്ചു കൊടുക്കാം. അധികം സ്മെല്ലൊന്നും ഇല്ലാത്തതാണ്. വീടിൻ്റെ അകത്തേക്ക് കയറി പോണതാണത്. അപ്പോൾ പുറത്താണ് നമ്മൾ അടിക്കണേ. അകത്തടിച്ചു എന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല. ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.